നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർക്കിടകക്കൂറുകാരായ പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും നക്ഷത്രക്കാരുടെ 2024 ജനുവരി മാസം 15-ാം തീയതി മുതൽ ഫെബ്രുവരി 13 വരെയുള്ള മകരമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ കാലും പൂയവും ആയില്യവും. ദൈവാധീനം പൂർണ്ണം. തൊഴിലഭിവൃദ്ധി, കുടുംബസുഖം, ബന്ധുജന സമാഗമം, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, പുതിയ സ്ഥലങ്ങളിൽ പഠനകാര്യങ്ങൾക്കായി പോകുന്നതിനും നേട്ടങ്ങളും അവസരങ്ങളും ഉണ്ടാകും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയവും ഉദ്യോഗരംഗത്ത് ശോഭിക്കുന്നതിനും മേലുദ്യോഗസ്ഥരുടെ ആശീർവാദത്തോടെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള യോഗവും വിദേശയാത്ര ചെയ്യുന്നതിനുള്ള യോഗവും താൽക്കാലികമായി ചെറിയ അരിഷ്ടതകളും പിന്നീട് ഉന്നതിയും ഫലമാകുന്നു. പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഊഹക്കച്ചവടം നടത്തുന്നതിന് ഉത്തമം. എന്നാൽ ഉടമ്പടികളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധിച്ചു വേണം. വിവാഹങ്ങൾ ഉറപ്പിക്കുന്നതിന് തെറ്റില്ല. വിവാഹം നടത്തുന്നത് അല്പം കൂടി താമസിക്കുന്നതാണ് നല്ലത്. സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യവും നേട്ടങ്ങളും വന്നു ചേരും. കുടുംബസ്വത്തുക്കൾ വീതം വെച്ച് കിട്ടുന്നതിനുള്ള യോഗമുണ്ട്. ബന്ധുക്കളും സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങൾ മാറിക്കിട്ടും. അഷ്ടമശനിയുടെ സ്ഥിതി മൂലം താൽക്കാലികമായി ദമ്പതികൾ അകന്നു കഴിയേണ്ടി വരും. കാർഷിക രംഗങ്ങളിൽ ശോഭനം തന്നെ. നല്ല വിളവുകൾ ലഭിക്കുന്നതിന് അവസരമുണ്ട്. മുടങ്ങിക്കിടന്ന ചില ലൈസൻസുകൾ, പെർമിറ്റ് എന്നിവ ലഭിക്കും. മുതിർന്നവർക്ക് വാദസംബന്ധമായ അസുഖങ്ങൾ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും. ഭാഗ്യസ്ഥാനത്ത് സർപ്പൻ്റെ സ്ഥിതി മൂലം സർപ്പാരാധന, കുടുംബദേവതാ പ്രീതി എന്നിവ വരുത്തിക്കൊള്ളേണ്ടതാകുന്നു. മുടങ്ങിയ സർപ്പാരാധനയുണ്ടായിരുന്ന കുടുംബത്തിൽപ്പെട്ടവർ സർപ്പപൂജകൾ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. 10-ലെ വ്യാഴൻ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കർമ്മവിജയം, കച്ചവട വിജയം, സന്താനങ്ങളെ കൊണ്ട് നേട്ടം, ഐശ്വര്യം എന്നിവ പൂർണ്ണമായും ലഭിക്കും. ഭൂമി സംബന്ധമായിട്ടുള്ള ചില രേഖകൾ തിരികെ കയ്യിൽ വന്നു ചേരും. പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് ഏറെക്കുറെ നല്ല സമയമാകുന്നു. എല്ലാ ദോഷദുരിതങ്ങൾക്കും പരിഹാരമായി ഗണപതി ഹോമം, ശാസ്താവിന് നീരാഞ്ജനം, ശബരിമല ദർശനം, മുരുകന് പഞ്ചാമൃത അഭിഷേകം എന്നിവ നടത്തുന്നത് ഉത്തമമാകുന്നു.